അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞാലുണ്ടല്ലോ തൂങ്ങി ചാവാൻ പോലും നിന്നെ ആരും വാങ്ങത്തില്ല. ഈ ഉരുളി ഓച്ചിറേന്ന് വാങ്ങിച്ചതാണോടി ഉവേ? ആന്നേ. അതിനെന്താടി ഉവേ വില? ഓ, വെറുതെ കിട്ടിയതാ. വെറുതെ തരാൻ നിന്റെ തന്തയെ അവിടെ കച്ചവടം വെക്കുന്നേ? നിന്റെ തന്തയാടി അവിടെ ഇരിക്കുന്നേ? എന്റെ തന്തയ്ക്ക് പറയാൻ നീ ആരാടി? ഒരു ഉരുളി മേടിച്ചപ്പോഴേക്കും നിനക്കെന്താടി ഇത്ര തണ്ട്? ഞാൻ ഒരു ഉരുളി മേടിച്ചതിന് നിനക്ക് എന്തിനാടി ഇത്ര കണ്ണുകടി? എനിക്ക് എന്തിനാടി കണ്ണുകടി? എന്റെ പട്ടിക്കും കൂടെ വേണ്ടടി നിന്റെ ഒരു ഉരുളി. അയ്യ, അല്ലെങ്കിൽ ഞാൻ വന്നേരം തരാ. അയ്യേ, ഞാൻ വിചാരിച്ചാലും ഒക്കോടി ഒരു ഉരുളി വാങ്ങിക്കാൻ. ഉവ്വ്, നീ നിന്റെ അവനും കൂടെ വിചാരിച്ചാലും ഒക്കത്തില്ലടി. എന്റെ അവന് പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ പറഞ്ഞ നീ എന്തോ എടുക്കൂടി? എന്തോ എടുക്കുമെന്ന് കാണോടി? അങ്ങനെ ഇവിടെ ഉള്ളപ്പോ വന്ന് പറയാവൂടി? അതെ, അവനും അവന്റെ അപ്പനും ഉണ്ടെങ്കിൽ ഈ നാണി പറയൂടി. പല്ലുമായി കാണത്തില്ല. പുല്ല അങ്ങ് വെച്ചേരടി. ഞാൻ വിചാരിച്ച ഒരു ഉരുളി വാങ്ങിക്കാൻ ഒക്കോ ഇല്ലയോ എന്ന് കാണിച്ചു തരാടി. നിന്നെ കൊണ്ട് ഒക്കത്തില്ലടി. ഇതിന് രൂപ 5 വില. ഓടി 5 രൂപ നേട്ടാ ഞാൻ അങ്ങ് പേടിച്ചു പോവോ? എന്നാലൊന്ന് മേടിയിലടി. നീ ജനിച്ച പിന്നെ കണ്ടിട്ടുണ്ടോടി 5 ഉലുവ? ഈ പറയുന്നവള് കണ്ടിട്ടുണ്ടോടി? ഞാൻ കണ്ടതാടി ഇത്. നീ ഉരുളി മേടിക്കുന്ന അന്ന് നിന്റെ മുമ്പിൽ ഞാനൊരാണായി വരും. കേട്ടോടി പെണ്ണുങ്ങളെ? എവള് ഉരുളി മേടിക്കുന്ന അന്ന് ഞാനൊരു ആണായി വരും. പിന്നെ അന്ന് കാക്ക മലന്ന് പറക്കും. ഇക്കൂട്ടത്തിൽ പൊട്ടികളല്ലാത്തവരുണ്ടെങ്കിൽ കേട്ടോളി. ഓച്ചിറ പരദേവനാണ് സത്യം. എന്റെ കൊക്കി ജീവനുണ്ടെങ്കിൽ അടുത്ത ഓച്ചിറ കളിക്ക് മുമ്പ് ഈ അവിഞ്ഞ ഉരുളിയേക്കാൾ മുഴുത്തൊരെണ്ണം ഈ കല്യാണി വാങ്ങിച്ചിരിക്കും. പെണ്ണുങ്ങളെ, ഇത് സത്യമാടി, സത്യം. ഞാൻ കണ്ടോളാടി. നീ ജനിച്ച പിന്നെ കണ്ടിട്ടുണ്ടോടി 5 ഉലുവ? നീ നിന്റെ അവനും കൂടെ വിചാരിച്ചാലും ഒരു ഉരുളി മേടിക്കാൻ ഒക്കത്തില്ലടി. എടി കല്യാണി, ഞാനിന്നൊരു കാഴ്ച കണ്ടടി. ഓ, ആ വരവിന്റെ ചേലൊന്ന് കാണേണ്ടതായിരുന്നു. കാര്യം എന്താന്ന് തെളിച്ചു പറയടി സൗദാമിനി. അഞ്ചലാപ്പീസിന്റെ പുറംപോക്കിലെ ഗോപാലണ്ണൻ സിലോണിന്ന് വന്നടി. ഓ, അതിലെന്തോന്ന് വിശേഷിച്ച്? വിശേഷം ഉണ്ടടി. അയാള് ചീമേലെ സാഹിബിന്റെ റൈറ്ററാ.
കോട്ട് ഇട്ട് ആ കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പം എന്ത് തലയെടുപ്പായിരുന്നു. ആ ജങ്കുപെട്ടിയില് 3 പരുത്തി വേഷ്ടിയും 2 ചട്ടയും 4 അടിച്ചട്ടയും 3 കട്ട വിനോളിയ സോപ്പും 2 സെന്റ് കുപ്പിയും ചീപ്പും കണ്ണാടിയും 62 രൂപയും ഉണ്ടെന്നാ അയാള് പറഞ്ഞേ. ഒറ്റ നോട്ടത്തി ഏത് പെണ്ണ് വീണു പോവടി. ഓ, നീ അങ്ങ് വീണാ മതി. അയാള് ലക്ഷണത്തൊരു വിടനാടി. അത് നിനക്കെങ്ങനെ മനസ്സിലായടി സൗദാമിനി? പെണ്ണുങ്ങള് കൂടുന്നിടത്ത് കൊച്ചുങ്ങളെ വീഴ്ത്തലാ അയാളുടെ സൂത്രം. ഹായ്, നല്ല മണം. ചെണ്ടുകുപ്പി കൊച്ചുങ്ങള് മണന്നത് കണ്ടപ്പം എനിക്കും ഒരാശ. അയാൾ എന്നെയും മണപ്പിച്ചടി. അയാളുടെ പോഴത്തം അപ്പോഴാടി എനിക്ക് മനസ്സിലായേ. ആ പെങ്കോന്തനൊരു വീക്ക് വെച്ചു കൊടുക്കായിരുന്നില്ലേ? അതിന് എല്ലാ പെണ്ണുങ്ങളും എന്നെ പോലെ അല്ലല്ലോ. ആ ശൃംഗാരി കോമളം അയാളുടെ മണത്തി മയങ്ങിപ്പോയടി. ആ നിപ്പൊന്ന് കാണേണ്ടതായിരുന്നു. മന്ത്രവാദിയുടെ മുമ്പിൽ മയങ്ങിയ കോഴിയെ പോലെ. അങ്ങനെ കോമളവും വീണു. ഈ പരിമളം കോമളത്തിന് നല്ലോണം പിടിച്ചു എനിക്ക് ബോധ്യായി. കോമളത്തിൽ നിന്ന് കണ്ടെടുത്തപ്പോ കാണുന്നു ചന്ദ്രമുഖിയായ രാഗിണിയെ. ഏത് രാഗിണി? തെക്കേ പറമ്പിലെയോ കീരിമുക്കിലെയോ? കീരിമുക്കിലോളം വന്ന് കീരിയെ പോലല്ലായോ? തെക്കേ പറമ്പിലെ സുന്ദരിക്കുട്ടി നാട്ടിലെ തമ്പുരാട്ടിയല്ലയോ? സെന്റിന്റെ സുഗന്ധം അവൾക്ക് പകർന്നു നൽകിയെന്ന് മാത്രമല്ല, അവളുടെ അരക്കെട്ടിൽ ഇങ്ങനെ ഒരു എടാ, അവളെന്റെ പെങ്ങളാടാ, മനസ്സിലായോ നിനക്ക്? നിന്റെ പെങ്ങളെ കെട്ടിക്കൂടാടാ. അയ്യടാ, ഏഷായി. നിന്നെ പോലൊരു പെങ്കോന്തന് തന്നെ എന്റെ പെങ്ങളെ കെട്ടിച്ചു തരാം. ഇനി വന്നേരെ. അവളെ ഞാൻ കെട്ടൂടാ. ഒലക്കയാ, നിന്നെ ഞാൻ കെട്ടിക്കും അതിനു മുമ്പേ. ആന കേറാമല, ആടി കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. ഓ, ഇതാർക്കാ അറിയാത്ത? ഓടി അറിയെങ്കി പറ. തേങ്ങാ കൊല. ദേ കണ്ടില്ലേ, സത്യം. എടാ കോമള, ഇവിടെ താഴെ മനുഷ്യനാ നിക്കുന്നേ. നീ നോക്കിയും കണ്ട് വേണം അടർത്തിയിടാൻ. ഇതൊക്കെ കാണാനും കേൾക്കാനും മോളിലൊരുത്തരുണ്ടെന്ന് എന്റെ അമ്മച്ചിയുടെ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഞാനാണേ. അക്കന്മാർ ഉശിരോടെ വെള്ളം കോരിക്കൂ. കോമളലുണ്ട് ഒരു കൂട്ടര്. എടി പപ്പി, നീ എന്താ പറഞ്ഞേ? തേങ്ങാ കൊലയെന്നോ? ആ, ഉത്തരം തെറ്റ്. ഞാൻ പറയാം. നല്ല തെളിഞ്ഞ രാത്രിയില് ആകാശത്ത് കണ്ണും ചിമ്മി നിൽക്കുന്നതാരാ? നക്ഷത്രങ്ങള്. നീ എന്താ പറഞ്ഞേ? നക്ഷത്രങ്ങൾ നിറഞ്ഞൊരു മാനം. അതെടി, നീ ശരി ഉത്തരം പറഞ്ഞില്ലേ? തെക്കേലെ മുല്ലച്ചെടിന്ന് പൂ പറിച്ച് ഞാൻ നിനക്കൊരു മാല തരാം. എന്ത് പറഞ്ഞാലും നിനക്കൊരു മുല്ലയുടെ മണമാണല്ലോ. ആടി, മുല്ലയുടെ മണം എനിക്ക് ഒത്തിരി ഇഷ്ടാടി. എന്തായാലും തുറച്ചു നോക്കുന്നേ? ദാഹിക്കുന്നു ഭഗിനി കൃപാരസ, മോഹനം കുളിർ തണ്ണീരിതാശുനി, ഓമലെ തരുതെല്ലുന്നതു കേട്ടിട്ടു ആ മനോഹരി അമ്പരം നോദിനാ. ആരാ? അടിയന് ഇവിടുത്തുകാരനാണേ.
നല്ല മുല്ലപ്പൂവിന്റെ മണം. ഹായ്, ഇത് എന്തൊരു മണം. പൂമത്തെ കിടന്നുറങ്ങും പോലുണ്ട്. കൊച്ചുങ്ങളെ, എനിക്കൊരു ഒത്തിരി ധൃതിയുണ്ട്, പിന്നെ കണ്ടോളാം. ആട്ടെ, എന്നാൽ അങ്ങനെ ആട്ടെ. ആ ആളങ്ങ് പോയോ? ഇങ്ങോട്ട് താടി, എനിക്കും വേണം. ഓ പിന്നെ കാര്യങ്ങളൊക്കെ കൊള്ളാം. മണപ്പിച്ച് തന്തയില്ലാത്ത കൊച്ചുങ്ങളെ ചോന്നുകൊണ്ട് നടക്കാൻ ഇട വരില്ലേ? ദേ, അങ്ങേരാള് നേരുന്നെറിയുള്ളവനല്ല. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ദേ കോമള, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കറിയാം. അങ്ങനത്തെ ആളായിരുന്നേ ഈ സെന്റൂപ്പ് എനിക്ക് തരുമായിരുന്നോ? രക്ഷപ്പെട്ടേ. ഇനി ഈ സെന്റ് രൂപി കൊണ്ട് മണപ്പിക്കാൻ അയാള് നടക്കത്തില്ലല്ലോ. ദേ കോമള, നീ നിന്റെ കാര്യം നോക്കിയാ മതി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എനിക്ക് എന്റെ പാട്, നിങ്ങക്ക് നിങ്ങളുടെ പാട്. ചുമ്മാതല്ല ആളുകൾ ഈ കരുമാടിയെ കള്ളക്കോമളാന്ന് വിളിക്കുന്നേ. വാടി. എന്താ ഗോപാല തന്റെ തീരുമാനം? അഞ്ചലാഫീസിലെ ശിപായി കുറെ ദിവസമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഗോപാലിന് സിലോണിലെ ബാങ്കിൽ നിന്ന് 10,000 രൂപ വരാനുണ്ടെന്ന്. ഇന്നലെ ശിപായി നാണപ്പം പറഞ്ഞ കാര്യം ഇന്ന് നാട്ടിപ്പാട്ട. ഗോപാലൻ സിലോണി സായിപ്പിന്റെ റൈറ്റല്ലെന്നും വെറും തോട്ടത്തിലെ കൂലിപ്പണിക്കാരൻ മാത്രമാണെന്നും മറ്റും നാണപ്പന്റെ സിലോണിലെ ഒരു ബന്ധുവിൽ നിന്നാ കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞ്. ഇന്നത്തെ അവസ്ഥയില് 10,000 രൂപ പോയിട്ട് 100 അണ കിട്ടിയാ മതിയായിരുന്നു. തള്ളെ തോന്നിയ ദിവസം പറഞ്ഞാണ്ടല്ലോ, ഞാൻ പാട്ടിന് പോവും. കുട്ടികളെ, നിങ്ങളുടെ നല്ലേനല്ലേ ഞങ്ങൾ ഇതൊക്കെ പറയുന്നേ. ഈ പറയണന്റെ അർത്ഥം എനിക്കും കുറേശ്ശെ മനസ്സിലാവുന്നുണ്ട്. ആരുടെ അച്ചാരൊന്നും എനിക്ക് വേണ്ട. എന്നോടൊപ്പം കഴിയണമെന്നവർക്ക് എന്റെ ഒപ്പം വരാം. ഈ പൊരയിൽ ആദ്യമായിട്ടൊരു കുഞ്ഞിക്കാല് പറക്കാനുള്ള ഭാഗ്യമല്ലേ ദേ പോകുന്നേ. നിങ്ങളൊന്ന് വിളിക്കവളെ. ഇന്നത്തെ ചായം പീടി എന്താ വേണം? നാളെ നാണപ്പന്റെ ആ ഊഴം. ഗോപാലണ്ണാ, എനിക്ക് ഇവിടുന്ന കാശ്. ഗോപാലണ്ണൻ എന്നും ഇത് തന്നെയാ പറയാ. കാര്യത്തിലെടുക്കുമ്പോ ഗോപാലണ്ണൻ തന്നെ തൊട്ടറിയും. അണ്ണൻ സിലോണിയിൽ തൂടുമാറാത്ത നോട്ട് കെട്ടല്ലേ കൊണ്ടുവന്നേ. പിന്നെ അണ്ണൻ പൊങ്കച്ചക്കാരനല്ലാത്തോണ്ടാ ഈ കൊച്ചു വരെ താമസിക്കുന്നത്. സാഹിബിന് കനോട് അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു പോകണം. വൈകിട്ട് അമ്പലപ്പറമ്പിൽ കാണാം. അല്ലേ വേണ്ട, അരയാളുടെ ചോട്ടി. ഓ, അണ്ണൻ തീർച്ചയായും വരണം. ആ ആ വല്ലതും ഉണ്ടോടി? കിടക്കുന്നു ഇറച്ചിയും ചോറും. നീ എന്താ കരയുന്നേ? എനിക്ക് മനസ്സുണ്ടായിട്ട് ആരാ ചോദിക്കാൻ? കാലത്തൊരു തൊട്ടുണ്ടായിരുന്നതും കൊണ്ട് കൊടുത്തിട്ട് ചായ പലഹാരം തിന്നേച്ച് ഇപ്പൊ വന്നിരിക്കുക. വല്ലതും ഉണ്ടോന്ന് ചോദിച്ചോണ്ട്. നീ എന്താടി ഇത്ര ശൗരിക്കുന്നേ? ഇല്ല, ശൗരിക്കുന്നില്ല. ഓമനിക്കാനേ തോന്നു. എടീ, നിന്റെ നാവടക്ക് വെച്ചത് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിന്റെ തലയാൻ തെറിപ്പിക്കും. എന്റെ ദേ, ഞാൻ മനസ്സ് പിടിച്ച് പറയുവേ. എന്താടി നീ വിളിച്ചു പറയുന്നേ? എന്നാലൊന്ന് പറ. എന്നാലൊന്ന് കാണട്ടെ. ആ, ഞാനെടുത്ത് വേലയെടുത്തില്ലേ കാണാം. ദേ, ഒന്ന് തന്നാലുണ്ടല്ലോ നിന്റെ കഥ കഴിയും. കഥ കഴിക്കും. വളർത്തി വെച്ചേക്കണം. ഞാനെടുത്ത് തൊണ്ടതല്ലും കയറി വെച്ചുമാ കഞ്ഞി കുടിക്കുന്നേ. ആട്ടേടി, നിന്നെ ഞാൻ പഠിപ്പിക്കാം. ആ, ഓ, അങ്ങ് ചെന്നാട്ടെ. പഠിപ്പിക്കുന്നത് ആരാന്നാ? എന്തായിരുന്നു ഒരു വഴക്ക്? ഇവിടെ ഒരു തുട്ടുണ്ടായിരുന്നതും കൊണ്ട് കാലത്തെ ചായ വിഴുങ്ങാൻ പോയതാടി മാധവി. ഇപ്പൊ വന്നേച്ച് വല്ല ഉണ്ടോന്ന്. എനിക്ക് എന്റെ നാവ് ചൊറിഞ്ഞു വന്നു. നിനക്ക് അറിഞ്ഞൂടായോ ഇവിടെ എങ്ങനെ കഴിയുന്നതെന്ന്? ഞാൻ ഒരാള് വേലയെടുത്ത് അല്ലയോടി 3 എണ്ണത്തിന്റെ വയറ് പോറ്റുന്നേ.
ഉടുപ്പും സോപ്പും ചെണ്ടും ഒക്കെ കണ്ട് കല്യാണം കഴിച്ചതാ. ഇപ്പൊ ഉടുക്കാനും ഇല്ല തിന്നാനും ഇല്ല. നീ എന്നെ ഒന്ന് നോക്കിയേ, ഞാൻ ഇതുപോലായിരുന്നു ഇരുന്നേ. അന്ന് എങ്ങനെ ഇരുന്നതാ കല്യാണി ചേച്ചി? നാഴി ഒഴിച്ചാ മുഴക്ക് വടിച്ചെടുക്കാറുന്നതല്ലയോ? ഞങ്ങളുടെ കൊച്ചാങ്ങൾ അന്നേ പറഞ്ഞതാ അങ്ങേരുടെ പകിട്ട് കണ്ട് പെണ്ണിനെ കൊടുക്കണ്ടെന്ന്. ഇല്ല, പുളിമൂട്ടിൽ അങ്ങേര് കല്യാണത്തിന് നടന്നതാടി. എന്റെ പോഴത്തം കൊണ്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നല്ലോ അയാള് ചെന്ന് മന്ദം കൊച്ചു കുഞ്ഞിന്റെ മോളെ കല്യാണം കഴിച്ചേ. അയാളിപ്പോ അവളെ താഴെയും മേലെയും വെക്കാതെയാ കൊണ്ടു നടക്കുന്നേ. ഓ, ഇന്നാളവള് ഉടുത്തൊരുങ്ങി പോകുന്ന കണ്ടപ്പോ എന്റെ ഉള്ളു കത്തിപ്പോയടി. അയാള് പിന്നെ വല്ല ഉള്ളോനാ? അവക്കവിടെ സുഖമാ. എന്റെ വിധി അടി ഇത്. ഓച്ചിറക്കളി തുടങ്ങിയിട്ട് ഇപ്പം 10-12 ദിവസമായില്ലയോ. എനിക്കൊന്ന് പോവാനൊത്തോ? എല്ലാ കൊല്ലവും ഞാൻ പോകുന്നതാ. എന്നിട്ടെന്താ പോവാഞ്ഞത്? എങ്ങനാടി പപ്പി പോകുന്നേ? ഉടുത്തോണ്ട് പോവാൻ ഒരു തുണിയുണ്ടോ? നെയ്വിളക്കിനൊരു ചക്രം വേണ്ടായോ? കൊച്ചിന് ദീനം വന്നപ്പോ ഒരു കാല് കൊടുക്കാന്ന് നേർന്നതാ. അതിനൊരു ചക്രം വേണ്ടായോ? പിന്നെ 2 ചക്രം എന്റെ കയ്യിൽ കിടക്കണ്ടായോടി. അത് നേരാ. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങള് പോയിട്ട് സാമാനം മേടിക്കാനും എല്ലാം കൂടെ രൂപ 2-2.5 നിങ്ങള് വല്ലോ ഉള്ളോരല്ലയോടി? അതുപോലാണോ ഞാൻ? എന്റെ വിധി ഇതാ. എന്നെ പോലുള്ള പെണ്ണുങ്ങള് ഓച്ചിറന്ന് സാമാനോ മേടിച്ചോണ്ട് വരുന്ന കാണുമ്പോ കരച്ചില് വരും. ഇന്ന് കാലത്ത് ഇവിടെ കയറും തച്ചോണ്ട് നിക്കുമ്പോ പടിയിട്ടേൽ അവള് ഒരു ഉരുളിയും മേടിച്ചോണ്ട് ക്യാക്കിയാന്ന് ആടിപ്പോയത് കണ്ടില്ലോടി. ആ നടത്തത്തിന്റെ തഞ്ചൊന്ന് കാണേണ്ടതായിരുന്നു. നാണോ ഇല്ലാത്തവളാകുമ്പോ എങ്ങനെ കുലുക്കാലോ? നിങ്ങൾ കേട്ടില്ലോടി, അവൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞു വെച്ചൊരൊറ്റ പോക്ക്. ഒരു ഉരുളി മേടിച്ചപ്പോഴേക്കും അവള് താഴെ മോളിലും അല്ലടി. അല്ലേലും അവളൊരു തണ്ടുകഴിയാ. ഇന്നാള് ഞാൻ ചെന്ന് ആ ചീനച്ചട്ടി ഒന്ന് ചോദിച്ചു. ഇപ്പൊ മനസ്സില്ലാത്ര തരാൻ. ഈ തണ്ടും പൊണ്ണക്കാരിയും ഒക്കെ എന്നുണ്ടായതെന്ന് നമുക്കറിയാലോ. പിന്നെ നമുക്ക് അറിഞ്ഞൂടായോ? കൂറേം കുത്തി കിടന്നോളാ. ഹോ, ഇപ്പൊ അവളൊരു പുത്തമ്പഴക്കാരി. ഓച്ചിറ ഭഗവാൻ ഉണ്ടെങ്കി ഞാനും മേടിക്കും ഒരു ഉരുളി. മാപ്പിളെ, ഒരു കോഴിക്കുഞ്ഞിന് വേണമായിരുന്നു. ഒന്ന് വേണോ 2 വേണോ? ഒന്ന് മതി. കോഴിക്കുഞ്ഞിനെ മേടിക്കാൻ ചക്രം ഇടുന്നാടി. ചക്രം വഴിന്ന് പെറുക്കിയെടുത്തതാ. നിന്റെ കുറേണ്ട എനിക്കും താടി 10 ചക്രം. ചെന്ന് പെറുക്കിയെടുത്തോ? പെറുക്കി എടുക്കാടി. ഇതിനെ ചുട്ടിന് ഞാൻ.
അയ്യോ, എന്റെ കോഴിക്കുഞ്ഞിനെ പരുത്തു കൊണ്ടുപോയേ. എന്തോന്നാടി പറയുന്നേ? രാത്രിയിലാണോ പരുന്ത് വരുന്നേ? പേടിപ്പിച്ചോളഞ്ഞല്ലോ. കോഴിക്കുഞ്ഞായി എല്ലാത്തിനെ കൊന്നെടുത്ത് കായലിൽ കളയുവേ. ശല്യങ്ങള്. എന്തോ ഒരു വിശേഷം ഉണ്ടടി. എന്താ ചേച്ചി? എന്റെ കോഴി മുട്ടയിട്ടടി. ഏഷായി. ഇനി നെല്ല് കൊടുത്താ ദിവസവും മുട്ടയിടും. തെക്കേനും നങ്ങേലി മേലെ കണ്ടത്തിന്ന് നെല്ല് കട്ടാ ചേച്ചി കോഴിയെ വളർത്തിയത്. തെക്കേനും നങ്ങേലി മേലെ കണ്ടത്തിന്ന് നെല്ല് കട്ടാ ചേച്ചി കോഴിയെ വളർത്തിയത്. ഒന്ന് രണ്ട് മൂന്ന് നാല് 10. ഇതെല്ലാം പെടയായിരിക്കണേ എന്റെ ഓച്ചിറ പരദേവരെ. ഓച്ചിറ പരദേവരുണ്ടെങ്കിൽ ഞാൻ അവളോട് പകരം ചോദിക്കാതിരിക്കത്തില്ല. നീ എന്തുവാടി പുലമ്പുന്നത്? ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. നിന്റെ മുമ്പിൽ ഞാനൊരാണായി വരും. അന്ന് കാക്ക മലന്ന് പറക്കും. നീ എന്താണ് അടി ഛർദിച്ചിരിക്കുന്നേ? നിന്റെ സൗന്ദര്യം കണ്ടിട്ട്. നിന്നെ ഞാൻ കാണിച്ചു തരാടി. കാണിക്കുമ്പോ കണ്ടോളാടി. ഇപ്പഴങ്ങ് ചെല്ല്. ഓ
ചീമക്കാരന്റെ ശവപ്പെട്ടി, കാലിന്റെ ഒരു കാലം കൂടാ. ഓ മാറി നിക്കടാ, ഇത് ഒരു ഉണക്ക കോട്ട്, ഇതും കൊണ്ടിരി തെന്നി നടക്കത്തില്ല. നിങ്ങൾ എന്നെ കൊന്നേന് മനുഷ്യ, എനിക്കിത് ജീവിക്കണ്ട. ഈ കത്തുന്നത് എന്റെ ചങ്ക. വാങ്ങിക്കും. എന്റെ കൊക്കി ജീവൻ ഉണ്ടെങ്കിൽ ഉള്ളിൽ ഞാൻ വാങ്ങിക്കും. നിന്നെ കൊല്ലോടി. എടി മാധവി, എന്താ? ഒരു കാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയൂ? പറ, ഞാൻ ആരോടും പറയത്തില്ല. പിന്നെ ഞാൻ മുട്ട വെക്കുന്ന കാശെല്ലാം നിന്റെ കയ്യെ തരാം, നീ അത് സൂക്ഷിച്ചു വെച്ചേക്കാവോ? എന്റെ തകരപ്പെട്ടിയിലിട്ട് വെച്ചിരുന്ന ആരും എടുക്കത്തില്ല, ഞാൻ ആരോടും പറയത്തുമില്ല. ഇവിടെ വെച്ചിരുന്ന കിട്ടത്തില്ലടി. ഇങ്ങ് തന്നാ ഞാൻ സൂക്ഷിച്ചോളാം, ചോദിക്കുമ്പോ തരുകയും ചെയ്യാം. എടി മാധവി, ഇതെന്റെ ജീവന, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചോണേ. ചേച്ചിയുടെ വേദന എന്റെയും വേദനയാ. എടി പിന്നൊരു കാര്യം, എല്ലാ പെടകളും മുട്ടയിട്ട് തുടങ്ങി. ദിവസം 1-2 ചക്രം കിട്ടുവടി. കാശ് കിട്ടുന്ന മുറയ്ക്ക് തന്നാ മതി. ആ ചേച്ചി ഏത് ലോകത്താ? എന്റെ മാധവിയെ ഞാൻ ഓർക്കുകയായിരുന്നു. 1 കൊല്ലം പോയതേ അറിഞ്ഞില്ല. ചേച്ചി ചോര നീരാക്കിയതിന്റെ വിലയല്ലേ ഈ കാണുന്നേ? ചേച്ചി ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരുന്നാലേ അതിയാനിങ്ങെത്തും, എല്ലാം തൂത്തു വാരിക്കൊണ്ട് പോവുകയും ചെയ്യും. മാധവി, നമുക്കിതൊന്ന് എണ്ണണം. 11 ചക്രം മിച്ചമുണ്ടടി മാധവി. അപ്പോഴേ 5 രൂപ എന്തിനാ? അത് പിന്നെ പറയാം. ഇപ്പൊ ഇത് അങ്ങ് കൊണ്ട് വെച്ചേര്. ഇവിടുത്തെ അങ്ങേരറിഞ്ഞ പിന്നെ ഒരു കാശും കിട്ടത്തില്ലടി. നിനക്ക് ഞാൻ ഇതിന്നൊരു ജമ്പർ മേടിച്ചു തരാം. ഓ അതൊന്നും വേണ്ട ചേച്ചി. അയ്യോടി, ദേ വരുന്നു. പെട്ടിയെടുത്തോണ്ട് പോയിക്കോ. പോയിക്കോ വേഗം. അയ്യോ, എന്താ പറ്റി? ഗോപാലന് ദീനോ? പായടി, ഞാൻ കിടക്കട്ടെ. തീ പോലുള്ള പനിയാ, നെല്ലിട്ടാ മലരാവും. എന്നെ ഓച്ചിര ഭഗവാനെ. നാളപ്പാ, ഇനി വട്ടത്തിലവൻ എന്തോ ചെയ്യും? ഇത്തരം ദീനം പിടിച്ചാ പിന്നെ 10ന്റെ അന്ന് എണീക്കൂ. ആ കണിയാൻ എങ്ങോട്ടാ? നമ്മുടെ പാച്ചുപിള്ളയുടെ മോക്കൊരു ദീനം. ഞങ്ങൾ കണിയാരെ കാണാൻ വരായിരുന്നു. ആ എന്താ വിശേഷിച്ച്? നമ്മുടെ സിലോൺ ഗോപാലനെന്ന് ദീനമാ. കണിയാരൊന്ന് നോക്കണം. ആട്ടെ, ദീനം തുടങ്ങിയിട്ട് എത്ര ദിവസമായി?
ഇന്നാ ദീനം പുറത്തു കണ്ടത്. ആ ഞാനൊന്ന് നോക്കട്ടെ. ഓ നാലങ്കണിയായിരുന്ന നാട്ടുകാർ പറയുന്നേ. ഗോപാലന് ദീനം കുറഞ്ഞ നമ്മുടെ ഭാഗ്യം. എവിടെ പോയി മൂന്നാവൻ? ഗോപാലണ്ണന് ദീനമാ. അപ്പോ പടപ്പെട്ടി കിടപ്പിലായി. കോമള വായടക്ക് വേണ്ടാതിനെ പറയണ്ട. സ്നേഹമുള്ള അങ്ങനെ സ്നേഹിച്ച് തടുക്കപ്പായ കിടത്തി. ആ പാവം പെമ്പറുന്നവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് രണ്ടുപേരുടെ ഞമ ഞമ. കോമള അനാവശ്യം പറയണ്ട. തേങ്ങോട്ടുകാരന്റെ പണി നോക്കിയാ മതി. ഒഴിവുകളെ തൊഴുത്തി കെട്ടിയപ്പോ സമാധാനമായി ഇല്ലയോ? കോമളന്റെ ഉപദേശം പുറയിലുള്ളവർക്ക് കൊടുത്താൽ മതി, ഞങ്ങൾക്ക് വേണ്ട. ഈ ആ സമയമാകുമ്പോ കൊടുത്തോളാം. വിശ്വാവസാനം കരക്കാരി കയറി ഇടപെടും. കടിച്ചതും പോയി പിടിച്ചതും പോയി. വള്ളം വിടറ. നാക്കൊന്ന് നീട്ടിയാട്ടെ. ആ അടച്ചാട്ടെ. ഓ ഇത് സാരമില്ല, ജലദോഷപ്പനിയാ. ചുക്കും ജീരകവും ഇട്ട് വെള്ളം വച്ച് 3 ഗുളിക 3 നേരമായിട്ട് കൊടുത്താട്ടെ. കഷായം ഒന്നും വേണ്ടായോ? കഷായം പിന്നെ മതിയേ, ഇപ്പൊ ഇത് കൊടുത്താട്ടെ. വൈദ്യർക്ക് വല്ലതും കൊടുക്കണ്ടായോ മാധവി? കൊടുക്കണം. കാശൊന്നുമില്ലല്ലോടി. ഇല്ലെന്നാരാ പറഞ്ഞേ? എന്റെ കൈ തന്നിരിക്കുന്നതെല്ലാം കാശല്ലയോ? അതൊരു ആവശ്യത്തിന് വെച്ചിരിക്കുന്നതാ. ഇതിലും വലിയ ആവശ്യം എന്തോന്നാ? ആളില്ലെങ്കിൽ ആവശ്യമുണ്ടോ? ഇല്ല, അതിനെടുക്കത്തില്ലടി. അതിനെടുക്കാതെ പിന്നെ എങ്ങനാ? കണിയാർക്ക് കൊടുക്കണ്ടായോ? കഷായത്തിന് കുറിച്ച് തരുമ്പം മരുന്ന് മേടിക്കണ്ടായോ? ആട്ടെ, നീ ഒരു കാര്യം ചെയ്. 5 രൂപ അങ്ങ് വെച്ചേച്ച് ബാക്കി ചക്രം ഇങ്ങിതാ. എത്ര ദിവസം കാണും? ഗുളിയേം വേണമെങ്കിൽ കഷായവും കൊടുത്താ ഏറിയ 7 ദിവസം. അത് കഴിഞ്ഞാ കുളിക്കാം. പത്യവും വല്ലതും? ചൂട് പൊടിയരി കഞ്ഞിയും ആവശ്യത്തിന് വെള്ളവും ആകാം. എണ്ണപ്പലഹാരങ്ങൾ ഒഴിവാക്കിയാ വയറിന് നന്ന്. കണിയാരെ, കണിയാർക്കൊരു ദക്ഷിണ. എന്താ എന്താ? ഒരു വീട് ചൂടില്ല. എടി മാധവിയെ, ഇത് ഞാൻ പിച്ചും പേയും പറയുന്നല്ലോടി. ഗുളിക കൊടുത്തോ? ഗുളിക കൊടുത്തേ പിന്നെ ദീനം കടുത്തത്. അതങ്ങനെയാ, ഒരു ഗുളിക കൊടുക്കുമ്പോ കടുക്കും. പിന്നെ ഓച്ചിറ ഒരു നെയ്വിളക്കം നേർന്നു. എനിക്ക് പേടിയാവുന്നടി മാധവി. ഇത് കടുത്ത ദീനവാ. ഇത് പൊറപ്പിക്കാൻ മുടന്തൻ കണിയാരെ കൊണ്ടാവത്തില്ല. നേരാ, മുടന്തൻ കണിയാരെ കൊണ്ട് ഒക്കത്തില്ലെന്നാ തോന്നുന്നേ. ദീനം കടുത്തുപോയി. വയലുകാടനെ കൊണ്ടെന്നേ ഒക്കൂ. അയാൾക്ക് രൂപ കൊടുക്കണ്ടായോടി? പിന്നെ രൂപ കൊടുക്കാതെ ഒക്കൂ. 2 രൂപയാ അയാളുടെ പീസ്. 2 രൂപയോ? അയ്യോടി, അതിന്ന് 2 എടുത്താ പിന്നെ 3 അല്ലേ ഉള്ളൂ. പിന്നെ മരുന്ന് തന്നെ കൊടുക്കണം. വേണ്ടാടി ഉവേ, വേണ്ട. അതിന് ഞാനിനി എടുക്കത്തില്ല. എടുക്കത്തില്ലെങ്കിൽ ആളെ കിട്ടത്തില്ല. രൂപ വേണോ ആള് വേണോ ചേച്ചി തന്നെ തീരുമാനിക്ക്. 17 വയസ്സിൽ മാല വെച്ചതാ. ഉള്ള കാലത്ത് തന്നവനാ. ഇപ്പൊ ഇല്ലാതായത് എന്റെ വിധി. ഇനിയും ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ആ, ഭാഗ്യം ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. സ്നേഹമുള്ളവനാടി മാധവി, സ്നേഹമുള്ളവനാ. കയ്യിൽ കാശില്ലാന്ന് കുറ്റേ ഉള്ളൂ. ഉള്ള കാലത്ത് എനിക്ക് കൊണ്ടുതന്ന ചീമപ്പലാരത്തിന്റെ രുചി ഇപ്പോഴും എന്റെ നാവിലിരിക്കുന്നു. അതൊന്നും ഞാൻ മറക്കത്തില്ലടി. പിന്നെ ഇല്ലായ്മ വല്ലായ്മ വരുമ്പോ ഞാൻ പണ്ണ് പറയും. എന്നാലും തല്ലത്തില്ലടി, എന്ന് കരഞ്ഞു കളയും. എന്റെ ഓച്ചിറ പരദേവരെ ഒന്നും തന്നില്ലേലും കണ്ടോണ്ട് ചത്താ മതിയെ.
കരയാതെ കല്യാണി ചേച്ചി. ഓച്ചിറ ഭഗവാൻ ഉണ്ടെങ്കിൽ ഒന്നും വരത്തില്ല. വാടി മാധവി, നമുക്ക് വയലുകാടിനോട് ചെന്ന് വിവരം പറയാം. എടി സൗദാമിനി, എന്റെ കൊച്ചിനെ ഒന്ന് നോക്കിക്കോണേ. വല്ലവരെയും കാണിച്ചോ? ഉടനകണിയരെ കാണിച്ചു. ഒരു ഗുളികയും ഒരു കഷായം കൊടുത്തു. അത് കൊടുത്തപ്പോഴാ ദീനം കടുത്തത്. കഴകക്കേടാക്കി. ആട്ടെ, കുറെ പ്രയാസമുള്ളതാണെങ്കിലും സുഖപ്പെടുത്താം. വൈദ്യശാലയിൽ നിന്നൊരു പൊടിയും അരിഷ്ടവും വാങ്ങണം. പിന്നെ കുടിക്കാൻ ബാർലി വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഒരു കഷായവും വെച്ച് കൊടുക്കണം. രക്ഷാരസാഭം രക്തം ശ്വാസജ്വരാതിത മൂലസ്യ തസ്യ ശ്വസനഗോജ്വര. മനസ്സിലായിട്ടുണ്ടാവില്ല. കോലരക്കിന് തുല്യം രക്തം തുപ്പുന്നതും ശ്വാസം മുട്ടലോടുകൂടിയ ജ്വരത്തെ ഉണ്ടാക്കുന്നതും ശ്വാസകോശങ്ങളെ ആശ്രയിച്ചുണ്ടാകുന്നതുമായ ജ്വരത്തിന് ശ്വസനകജ്വരം എന്നു പറയുന്നു. ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചേര്. ഇനി ഇതിന്ന് എടുക്കത്തില്ല. ഓച്ചിറ പരദേവരുണ്ടെങ്കിൽ എനിക്കിതും ചുമന്നു പോവാൻ വയ്യ. ഞങ്ങള് പാവങ്ങളാണേ. മരുന്ന് വാങ്ങാൻ വൈദ്യശാലയിലേക്ക് വരുമ്പോ ഇതും കൂടെ കൊണ്ടുവരിക. മരുന്നിന്റെ വില വേറെ. പേടിക്കണ്ട, സൂക്കേട് ഭേദമാക്കാം. ഞാൻ പറയുന്നത് പോലൊക്കെ ചെയ്യണം. കേട്ടോടി പെണ്ണുങ്ങളെ, ഇത് നാണിയുടെ ഉപകാരം നേർച്ചയാ. എന്നെ ഒരുത്തി വെല്ലുവിളിച്ച് അടുത്ത ഓച്ചിറക്കളിക്ക് മുമ്പ് അവൾ ഇതിനേക്കാൾ മുട്ടൻ ഒരു ഉരുളി വാങ്ങുമെന്ന്. ഞാൻ അന്നേ നേർന്നതാ, എന്റെ ഓച്ചിറ പരദേവരെ അവളെ ആശ നടക്കല്ലേ എന്ന്. ഓച്ചിറ ദേവർ എന്റെ കൂടെ കണ്ടില്ലേ, അവള് കെട്ടിയോന് കഷായം ഉണ്ടാക്കാൻ ചൂട് കായുന്നേ. അവക്കിതല്ല, ഇതിനപ്പുറം പറ്റൂടി. അതാരാ ചേച്ചി ആ പമ്പറന്നവര്? രുക്മിണി നിങ്ങൾക്കൊക്കെ അറിയാവുന്നുള്ളു തന്നെ. ആ ദരിദ്രവാസി കല്യാണിയെ ഈ ദീനം ഞാൻ അടക്കും. അടുത്ത ഓച്ചിറക്കളിക്ക് മുമ്പേ വലിയൊരു ഉരുളി ഞാൻ വാങ്ങും. നീ കണ്ടോടി നാണി, കല്യാണിയെ പറയുന്നത്. എന്നിട്ടെന്തായി? ഓച്ചിറ പരദേവരെ, ദേ ഈ നാണിയുടെ വിളിയാ കേട്ടെ. ഈ പാൽപായസത്തിന് ഇത്തിരി മധുരം കൂടുതലാണേ. ഇന്നാടി, എങ്ങനുണ്ടൊരു രുക്കുമണി പായസം? ബഹു കേമൻ ചേച്ചി. ഈ കൈപ്പുണ്യം ചേച്ചിക്ക് മാത്രമുള്ളതാ. എടോ മാപ്പിളെ, തന്റെ കോഴിക്കച്ചവടം പൊടി പൊടിക്കാൻ
പോവാ ഈ നാണിയാ പറയുന്നേ. അതെങ്ങനാ നാണിക്കുഞ്ഞേ? തനിക്ക് കൂറ വിലക്ക് കൊറേ കോഴിയെ വാങ്ങാം. അങ്ങേ വീട്ടിലൊരുത്തിക്ക് കെട്ടിയോനെ ശുശ്രൂഷിക്കാൻ ഇനി എല്ലാം വിറ്റ് പെറുക്കേ പറ്റൂ. ഈ കലക്ക വെള്ളത്തിൽ ഞാൻ പിടിക്കും. കണ്ടില്ലേ ഈ നാണിയുടെ നേർച്ചയെ കഴിച്ച് അവിടെ ഒരു കോഴി അല്ലേ റപ്പായി മാപ്പിള കോഴി ആദ്യമായിട്ട് കാണുവാണോ? അല്ല കൊച്ചേ, ഞാനിതിന്റെ അവസാനമായിട്ടൊന്ന് കാണുവാന്നേ. ആ കൂടുതൽ നേരം നോക്കി നിന്നോ, കോഴികൾക്ക് റപ്പായി അവസാനമായിട്ടൊന്ന് കാണാമല്ലോ. അത് വിട്ടോ, ഇനി കാര്യം പറയാവേ. 4 പൂവനും 6 പടക്കും കൂടി 9 രൂപ. വരമാപ്പിളെ നോപം കൊണ്ട് മര്യാദയ്ക്ക് നടന്നില്ല, നാട്ടുകാരത് പീടെടുക്കും. എന്നെ കൊണ്ടത് പറയിപ്പിച്ചേക്കല്ലേ? അല്ലേ, ഒരു ആവശ്യം വന്നാലല്ലേ ഒരാളെ സഹായിക്കാൻ പറ്റൂ. 4 പൂവനും 6 പടക്കും കൂടി 9 രൂപയാ തരുന്നത്. ഈ അയൽവക്കങ്ങളിൽ കോഴിയിറച്ചി തിന്നാൻ കൊതിയും കൊണ്ട് നടക്കണ ആണും പെണ്ണും കേട്ട ചില മൂതിയവിളുണ്ട്. കേട്ടോ മാപ്പിളെ, 9 അല്ല 900 രൂപ തരാന്ന് പറഞ്ഞാലും കല്യാണിയുടെ കോഴിക്കൂട്ടത്തിന് കിട്ടത്തില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. അല്ല പിന്നെ ഒരു കാര്യം, ഇവിടെ ചിലര് ആണാവാൻ പോവുക. താനൊന്നും പറയണ്ട, ഇത് കേട്ടാ മതി. എന്റെ കോഴികളെ മുഴുവൻ പെറുക്കി വിറ്റിട്ടാണേലും ഞാൻ ഒരു ഉരുളി മേടിക്കേ. എടി മാധവിയെ. എന്താ ചേച്ചി? ദീനത്തിന് ഒട്ടും കുറവില്ല അടി. വയലുകാടിന്റെ മരുന്ന് കഴിച്ചാ പിടിച്ച പോലെ നിക്കണ്ടതാ. വൈദ്യർക്ക് വിധി തെറ്റിയതായിരിക്കും. എനിക്കൊന്നും അറിയത്തില്ലടി. ഉള്ളതെല്ലാം പെറുക്കി കൊടുത്തല്ലേ പാർലിയും കഷായവും വാങ്ങിച്ച്. ആ വൈദ്യുതി കണ്ണിച്ചോറില്ലാത്തവനടി. ഈ പൊരയുടെ അവസ്ഥ ഉണ്ടെങ്കിലും അങ്ങനത്തെ പീസ് ഒന്ന് കുറയ്ക്കായിരുന്നടി. അത് അയാളുടെ തൊഴിലല്ലേ ചേച്ചി? എന്നാലും ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ 5 രൂപയില് ഇനി ഒന്നും ബാക്കിയില്ലടി. നിനക്കറിയില്ലയോ, ഓച്ചിറക്കളിക്കിനി 2 ദിവസമേ ബാക്കിയുള്ളൂ. തലേക്കുറിയടി. ഒരാണ്ട് മുമ്പേ ഞാൻ മനസ്സിൽ കണ്ടതാടി. ഓച്ചിറക്കളിയുടെ അന്ന് പളപളാ തിളങ്ങുന്ന ഒരു ഉരുളിയും തലയെ ചുമന്ന് ഒന്ന് ഞെളിയണമെന്ന്. പറയാനല്ലേ ഒക്കൂ. വിധിയില്ലാന്ന് പറഞ്ഞാ മതി. എന്താ എന്താ ഇത് പിടിച്ചാ കിട്ടാത്ത ദീനവാടി. എന്റെ ഓച്ചിറ പറഞ്ഞവരെ ഇത് നടക്കിയ 10 അണയുടെ വിളക്ക് ഞാൻ തന്നേക്കാവേ. ചേച്ചി, ഇനി നേർച്ച നിറഞ്ഞോണ്ടിരുന്ന ആള് ചത്തുപോവും. വയലുകാടിനെ കണ്ട ഒറ്റമൂലി വല്ലതും കിട്ടും. കാണാൻ മനസ്സിലാഞ്ഞിട്ടല്ല, വൈദ്യരെ കണ്ട വാക്കിരിടാൻ തൊട്ട് വേണ്ടായോ? ഈ നാട്ടിൽ ചാകാനും തൊട്ടു വേണം. പാവങ്ങൾ എങ്ങനെ പിഴയ്ക്കുവോ? വള്ളക്കാരനെ കാണുന്നില്ലല്ലോ. വള്ളക്കാരനില്ലേ? ഞങ്ങളൊന്ന് അക്കരയ്ക്ക് വിടാവോ? വൈദ്യരെ, ദീനത്തിനൊട്ടും കുറവില്ല. ആദ്യം കഷായവും ഗുളിയും കൊടുത്തപ്പോ പനി കടുത്തു. പിന്നെ ദീനം കുറയുന്നതിന്റെ ലക്ഷണം വന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പം കുറേയൊന്നും ആശിച്ചു. പക്ഷേ ദിവസം 5 കഴിഞ്ഞിട്ടും ഒട്ടും കുറവില്ല. ചികിത്സയുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈശ്വരനാമം ജപിക്കുക. ദീനം ശമിപ്പിക്കാൻ ചില ഒറ്റമൂലികളുണ്ട്. പക്ഷെ സമയം വൈകിയിരിക്കുന്നു. പിന്നെ ഏറെ പണവും വേണ്ടി വന്നേക്കും. ഹതപ്രഭേന്ദ്രിയം ക്ഷീണമരോചക നിപീഡിതം ഗംഭീരം തീഷ്ണവേഗാർത്ഥം ജ്വരിതം പരിവർജയേത്. ഇതിന് ചികിത്സ ഇല്ലെന്ന് തന്നെ പറയാം. എങ്കിലും ഒരു അറ്റകൈ പ്രയോഗം ചിലവേറും. അത് കാര്യാക്കണ്ട. അത് കാര്യം തന്നെയാണ്. പാവത്തങ്ങൾക്ക് ചെലവാക്കാൻ കാശ് കായ്ക്കുന്ന മരം വല്ലതും ഈ കരയിലുണ്ടോ?
കാശിന്റെ കാര്യം വൈദ്യർ ആലോചിക്കണ്ട. ദീനം പോകാൻ ചെലവുള്ള ചികിത്സയാണേലും അച്ചട്ടായി ചെയ്യണം. എടി മാധവി, എന്റെ കോഴിക്കുഞ്ഞുങ്ങളെ എനിക്ക് ജീവന. എന്റെ കൊച്ചിനെ വിൽക്കേണ്ടി വന്നാലും എന്റെ കോഴികളെ ഞാൻ വിൽക്കത്തില്ല. ഗംഭീരം തീഷ്ണവേഗാർത്ഥം. അല്ലെങ്കിൽ വേണ്ട, അർത്ഥം അനർത്ഥമാകാതിരിക്കട്ടെ. കാര്യങ്ങളൊന്ന് തെളിച്ചു പറയരുതോ? ജീവനുണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. ആളിനെയും വേണം കാശും വേണമെന്ന് വാശി പിടിക്കേണ്ട ചേച്ചി. എന്റെ കാല് തളരുന്നടി മാധവി, നീ എന്തുവാന്ന് തെളിച്ചു പറ. ₹5 മരുന്നിന് ₹2 എന്റെ ഫീസ്. ഇപ്പൊ കാശില്ല, ഞാൻ ഉടനെ എത്തിക്കാം. വൈദ്യുതി പൊറുക്കണം. കാശ് ഇന്ന് തന്നെ എത്തിക്കണം. ഞാൻ കടം പറയാറുമില്ല, കടം കൊടുക്കാറുമില്ല. ഈ ദുർവാശിയും പൊങ്ങച്ചവും കൊണ്ട് ഒരു കാര്യം നടക്കത്തില്ല കൊച്ചെ. മാപ്പിള എന്നോട് പൊറുക്കണം. എന്റെ കൊച്ചിന്റെ തന്തയുടെ ദീനം അകറ്റാൻ വേറെ ഒരു മാർഗവും ഇല്ല. ₹7 വയലുകാരന് കടം പറഞ്ഞു വെച്ച ഈ മരുന്നെല്ലാം വാങ്ങിച്ചത്. ഇവറ്റകളെ വിറ്റ് എനിക്ക് ആ കടം വീട്ടണം. ₹7 അങ്ങോട്ടങ്ങ് തന്നേക്കാം. കാലത്ത് ₹9 പറഞ്ഞതല്ലേ മാപ്പിളെ? അത് കാലത്തല്ലയോ, ഇപ്പൊ വൈകുന്നേരം ആയില്ലേ? അതെന്താ പകലും രാത്രിയിലും 2 വില? രാത്രി ചന്ത കച്ചവടമില്ലല്ലോ. ഇവറ്റകളെ രാത്രിയും പോറ്റണ്ടായോ? അല്ല മാപ്പിളെ, എന്റെ കൊച്ചിനാണ് സത്യം. മാപ്പിള പറഞ്ഞ വിലയ്ക്ക് ഞാൻ എന്റെ കോഴികളെ തന്ന വൈദ്യർക്ക് കൊടുക്കാൻ മാത്രമേ കാണൂ. നാളത്തെ കഞ്ഞിക്ക് വകയില്ലാത്ത അവസ്ഥയില്ല ഞാൻ. അല്ല, കോഴിയുടെ വില വയലുകാരന് കൊടുത്താ മതി. ബാക്കി ഇങ്ങ് തന്നേര്. 7 അധികമാ, സമ്മതമാണേ മതി. മാപ്പിളെ, പിച്ച ചോദിക്കുന്ന അവസ്ഥയിലല്ലേ. മാപ്പിള പറഞ്ഞ വില എനിക്ക് സമ്മതം. നേരത്തെ പറഞ്ഞായിരുന്നു. പണിക്കണ്ട, നിന്റെ ഇവിടുത്തെ പൊറുതി തീർന്നു. വയലുകാടന് കൊടുക്കാനുള്ള ₹7 ഞാൻ നേരിട്ട് തന്നെ ഏൽപ്പിച്ചോളാം. കാലെണ്ണ ഇരിക്കട്ടെ, നാളെ കഞ്ഞിക്ക് വകയിലെന്ന് പറഞ്ഞോണ്ട്. മാധവി, എന്റെ ജീവനാ പോകുന്നേ. അതിന്റെ വിലയാണ് ഈ കാലണ. എന്റെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്കായി ഞാൻ ഈ തൊട്ട് സൂക്ഷിച്ചു വയ്ക്കും. ജീവനുണ്ടെങ്കിൽ അടുത്ത ഓച്ചിറക്കളിയിടന്ന് ഈ അവിഞ്ഞ ഉരുളിയേക്കാൾ ഉടുപ്പം കൂടി ഒരെണ്ണം ഈ കല്യാണി വാങ്ങിച്ചിരിക്കും. പെണ്ണുങ്ങളെ, ഇത് സത്യമാടി, സത്യം.
എന്ത് ചെയ്യാനാ? ഒരു കൈയല്ലേ ഉള്ളൂ. വൈദ്യരെ കാണാൻ പോയപ്പോഴേ ശകുനം പിഴച്ചതാ. കള്ളവും ഇല്ല, കള്ളക്കാരനും ഇല്ല. മരുന്നും കഷായം കൂട്ടാൻ എത്ര കാശായി. എല്ലാവർക്കും എല്ലാത്തിനും കുട്ട് മാത്രം. പരദേവനാണ് സത്യം. അടുത്ത ഓച്ചിറ കളിക്ക് മുമ്പ് ഈ കല്യാണി വലിയൊരു ഉരുളി മേടിച്ചിരിക്കും. ഇത് സത്യം, സത്യം.